സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബല്ലയോട് കെവിനോടുമായിട്ട് അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദൻ എവിടെയാണെന്നുള്ള സത്യം നിങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ, മാഡം ആദ്യം തന്നെ ഞാൻ മാഡത്തിനോട് ക്ഷമ ചോദിക്കുന്നു. കാരണം കെവിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന വലിയൊരാളാണ് മാഡം. മാഡത്തിനെ കളിയാക്കിയതിന് സോറി. പക്ഷെ സത്യമായിട്ടും നന്ദൻ എവിടെയാണെന്നുള്ള സത്യം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ, ഇല്ല ഇസബല്ല, നിങ്ങളൊക്കെ എത്ര അറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഇസബല്ല ചോദിക്കുന്നുണ്ട്, അല്ല മേഡത്തിന് ആദ്യം ഋഷിയെക്കുറിച്ച് അറിയാതെയായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? കൃഷിയെക്കുറിച്ച് അറിയണം, കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ച് നീ അറിയണ്ട എന്നിങ്ങനെ അരുന്ധതി ദേഷ്യത്തോടെ പറയുകയാണ്. എന്തായാലും നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നത്. ശേഷം ഇസബല്ലയാണെങ്കിൽ കെവിനോട് പറയുകയാണ്, അവരെന്തോ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അതറിഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഋഷിയുടെ വിവരം അവർ നമ്മളിൽ നിന്നും മറച്ചു വെക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ നന്ദനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. നന്ദൻ പ്രകാശിനോട് പറയുന്നുണ്ട്, നീ എന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്, പറയടാ സത്യം പറയും, നിന്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ മുന്നിൽ കേക്ക് മുറിച്ച് നല്ലവനായി ചമഞ്ഞും നിനക്ക് എന്തൊക്കെ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാനുണ്ട്? സത്യം പറയും. പാവം ഏരിയെ കൊന്നു കളഞ്ഞവനാണ് നീ, നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ നന്ദൻ ഒന്ന് അടങ്ങ്, ഞാനൊന്ന് പറയട്ടെ. എനിക്ക് നന്ദൻ്റെ അവസ്ഥ മനസ്സിലായി. ഏകാന്ത തടവിൽ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. ജയിലിൽ ഞാനേ എൻ്റെ കൂട്ടുകാരോടൊപ്പം ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് വലിയ ബോറടിയൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ നന്ദൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയുമ്പോൾ, പ്രകാശ് നീ എന്താ കളിക്കാൻ നിൽക്കണോ? മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിന്ന് വിട്ടയക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീ എന്ത് ഉദ്ദേശമാണെങ്കിലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, ഏയ് ഒന്ന് വെയിറ്റ് ചെയ്യേ, തനിക്ക് കൂട്ടിനായിട്ടേ ഒരാളെ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പ്രകാശ് പോകുന്നു. ഈ സമയം നന്ദനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ തലയിലും കൈവച്ച് ദേഷ്യത്തോടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഹരിയങ്ങൾ വന്നതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയെ വിളിക്കാനായിട്ട് റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം പ്രഭാവതിയാണെങ്കിൽ നന്ദൻ ഈ ഒരു ദുരന്തങ്ങളൊക്കെ ചെയ്യാൻ കാരണമുണ്ടായ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സിദ്ധു വന്നിട്ട്, പ്രഭേ നീ വാ, ഹരി താഴെ വന്നിട്ടുണ്ട്, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യണം? നിങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. അത് ശരിയാവില്ല, ഹരിയേട്ടൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്, നീ കൂടി വന്നിട്ട് വേണം ചർച്ചകൾ തുടരാനെന്ന് പറയുമ്പോൾ, വേണ്ടെന്നേ, നിങ്ങൾ വലിയ വലിയ ചർച്ചകളായിരിക്കുമല്ലോ, ആ പ്രഹസനം കാണാനായിട്ട് എനിക്ക് വയ്യ. നിങ്ങൾ എന്തായാലും ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് തലവേദനയോ മറ്റാണെന്ന് പറഞ്ഞാൽ മതി. പ്രഭേ നിന്നെ കൂട്ടി പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഹരിയേട്ടൻ മറ്റെന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും, നമ്മൾ തമ്മിൽ വഴക്കാണെന്നൊക്കെ വിചാരിക്കും. ഓ, ഹരിയേട്ടൻ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണോ സിദ്ധുവിന് പ്രശ്നം? അല്ലാതെ മറ്റൊരു കാര്യത്തിലും ടെൻഷനില്ല അല്ലേ? എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥിനെ അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. ഈ സമയം ഹരിയങ്കളും ദേവികയും ചേർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു. അവിടേക്ക് സിദ്ധു വരികയാണ്. അത് പ്രഭയ്ക്ക് നല്ല തലവേദന, കിടക്കുകയാണ്. സാറിലടോ കിടന്നോട്ടെ. അങ്ങനെ ദേവിക ചെയ്തതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എങ്ങനെയുണ്ട് ദേവിയുടെ പ്ലാനിങ്? എന്നാലും മോളെപ്പോലെ ഒരു MLA അവരുടെ അടുത്തേക്ക് പോയിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇനി അവർ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായ മോളുടെ MLA ജീവിതം എന്താകും എന്നിങ്ങനെ സിദ്ധാർത്ഥൻ ചോദിക്കുമ്പോൾ, അതിനല്ല അച്ഛാ ഞാൻ എസ്തപ്പൻ ചേട്ടനെ കൂടെ കൂടിയത്. എസ്തപ്പൻ ചേട്ടനെ കണ്ടപ്പോൾ അവർക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എസ്തപ്പാൻ ചേട്ടൻ്റെ മുഖം ഓർക്കും. ഋഷിയെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുമ്പോൾ, എന്നാലും സൂക്ഷിക്കണം. അവരെന്തായാലും നന്നായിട്ട് വരണ്ടിട്ടുണ്ടെന്ന് അങ്ങനെ പറയണം. അങ്ങനെ ഹരിവക്കീൽ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ അരുന്ധതി സമാധാനപരമായിട്ടുള്ളൊരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർത്ത് തൻ്റെ മകനെ മാത്രം അവർക്ക് മതിയെന്നൊക്കെ പറയുമ്പോൾ, എന്നാലും ഇസബല്ലയെയും കെവിനെയും സംശയിക്കേണ്ട എന്നല്ല, മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. പുതിയൊരു ശത്രു കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, എന്നാലും നന്ദന് പുതിയ ശത്രു ആരാ എന്നിങ്ങനെ ദേവിക ചോദിക്കുന്നു. ഋഷിക്കാണ് നന്ദനോട് നല്ല ദേഷ്യം. അരുന്ധതി മേഡത്തിനും ഒരു പരിധി വരെയുണ്ട്. പിന്നെ മറ്റാർക്കാ അങ്കിളെന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രകാശ് ഇവിടെ വന്ന് അരുന്ധതിയെക്കുറിച്ച് പറഞ്ഞല്ലോ, അയാൾ എത്ര വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും മറ്റൊരു ശത്രു ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നൊക്കെ ഹരി പറയുന്നു. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ തൻ്റെ പാപ്പനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതായത് അരുന്ധതി വന്നതും ഇവിടെ വന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ. അവർ നന്ദനെക്കുറിച്ച് മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഋഷിയെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അതിനർത്ഥം എന്താ പാപ്പ? എന്തൊക്കെയോ സത്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും മോളെ, അവരെന്തോ എവിടെ നിന്നോ മണത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ ഋഷി എവിടെയാണെന്നുള്ളത് അവർ കാര്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഐസക്കും ശരിവെക്കണം. ശേഷം ഐസക്ക് പോവുകയാണ്. അങ്ങനെ
ഇസബല്ലയാണെങ്കിൽ കെവിനോട് പറയുകയാണ് നമ്മളറിയാതെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിനിടയിൽ പൊട്ടി വീണിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ ഋഷി ആവട്ടെ ആകെ ദേഷ്യത്തോടെ ആ റൂമിൽ ഇരിക്കുമ്പോൾ അവന് കാവലിരിക്കുന്ന ഗുണ്ടയാണെങ്കിൽ നല്ല ഉറക്കമാണ്. അങ്ങനെ ഋഷി അവിടെ നിന്നും ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. നോക്കുമ്പോൾ വാതിലാണെങ്കിൽ ലോക്ക്. വേഗം തന്നെ അയാളുടെ പോക്കറ്റിലേക്ക് പതുക്കെ അയാൾ പോലും അറിയാതെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്നും തിരിഞ്ഞു കിടക്കുകയാണ്. ആ ഒരു ശ്രമം അവിടെ അവസാനിപ്പിച്ച ഋഷി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഗുണ്ടയാണെങ്കിൽ എഴുന്നേറ്റിട്ട് ചോദിക്കണം, ഡാ എന്താ നീ ഉറങ്ങിയില്ലേ? എന്താടാ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഋഷിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ അയാളുടെ ഫോൺ എടുക്കാൻ മറന്ന് അവിടെ നിന്നും ബാത്റൂമിലേക്ക് പോയി നിൽക്കുന്നുണ്ട്. ഈ സമയം ഋഷിയാണെങ്കിൽ ആ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. വേഗം തന്നെ അവൻ ആ ഫോൺ കയ്യിലെടുത്തിട്ട് അരുന്ധതിയെ വിളിക്കുകയാണ്. അങ്ങനെ അരുന്ധതിക്ക് റിങ് പോകുന്നുണ്ട്. അരുന്ധതി കോൾ എടുക്കുന്നുണ്ട്. അമ്മേ ഇത് ഞാനാ ഋഷി. മോനെ ഋഷി നീ ഇതെവിടെയാ? അമ്മേ അത് പിന്നെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഋഷിയാണെങ്കിൽ പകപ്പോട് കൂടിയിട്ട് സംസാരിക്കുമ്പോൾ അരുന്ധതിയാണെങ്കിൽ പറയും മോനെ എവിടെയാ നീ? അമ്മയുടെ മോൻ എവിടെയാ? അപ്പോഴേക്കും പ്രകാശാണെങ്കിൽ പുറകിൽ വന്ന് ഇതൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. അവനാണെങ്കിൽ കാര്യം മനസ്സിലാവുകയാണ്. പെട്ടെന്ന് തന്നെ അടുത്ത് കിടക്കുന്ന ഒരു വടിയെടുത്ത് ഋഷിയുടെ തലയ്ക്കകത്ത് തല്ലുകയാണ്. ഋഷി പേടിച്ച് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അരുന്ധതി ഹലോ ഹലോ മോനെ. അവർക്കാണെങ്കിൽ ചെറിയൊരു ആശ്വാസം, തൻ്റെ മകൻ ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം അരുന്ധതി അറിയുന്നു. അങ്ങനെ ഋഷിയെ തല്ലിച്ചതയ്ക്കുകയാണ് പ്രകാശ്. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ അമ്മയെ വിളിച്ച് അറിയിക്കണില്ലടാ എന്ന് പറഞ്ഞ് തല്ല് കൊടുക്കുമ്പോൾ അവിടെ നിന്നും ആ ഗുണ്ട ഇറങ്ങി വരികയാണ്. എന്താ സാറേ എന്ത് പറ്റി? താനേ രാത്രിക്ക് രാത്രി തന്നെ സ്റ്റേറ്റ് വിട്ടോളണം, അല്ലെങ്കിൽ പോലീസുകാരെല്ലാം നമ്മുടെ പുറകെ ആയിരിക്കും, ഈ ഫോൺ കൊണ്ട് പോടും എന്ന് പറഞ്ഞ് അവിടെ നിന്നും ആട്ടിവിടുകയാണ്. അങ്ങനെ ഋഷിയെ നന്നായി തന്നെ പ്രകാശ് ഒന്ന് പെരുമാറുന്നുണ്ട്. നിൻ്റെ അമ്മേനെ നിന്നെ കാണാൻ പോകുന്നതേ നിൻ്റെ ശവമായിരിക്കോടാ, എടുത്ത് ചട്ടം കാട്ടിയിട്ട് നിൻ്റെ ജീവൻ തന്നെ നീ കളയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷിയെ ആകെ ഭീഷണിപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അരുന്ധതി തൻ്റെ മകൻ ഫോൺ ചെയ്തത് ആലോചിച്ച് സന്തോഷത്തോടെ അങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ അടുത്ത നീക്കത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം നാളത്തേക്കുള്ള എപ്പിസോഡിനായിട്ട്.